ഹലോ ഹായ്, ഇറ്റ്സ് മീ സിനിമ ചേട്ടൻ. ഇന്നൊരു ചെറിയൊരു യാത്രയിലായതുകൊണ്ട് കാറിൽ വെച്ച് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചിത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഡബിൽ കാണാൻ സാധിക്കുന്ന ഒരു 5 ഗംഭീരമായ ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു 2021 തൊട്ട് ഒരു 2025 റീസെന്റ് OTT റിലീസ് ആയിട്ടുള്ള വരെയുള്ള കുറച്ച് ഗംഭീരമായ ക്രൈം ത്രില്ലർ മൂവീസ് തന്നെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായി ശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് 5 ക്രൈം ത്രില്ലർ മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2023 കന്നഡത്തിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് മരിച്ചി എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിയാൽ ഒരു കാട്ടിനുള്ളിലേക്ക് ട്രക്കിങ്ങിനായി പോകുന്ന കുറച്ച് ഫ്രണ്ട്സ്. അപ്പൊ ആ ഫ്രണ്ട്സിൽ നിന്നും ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു പോവുകയാണ് ആ കാടിനുള്ളിൽ. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ആ ഒരു പെൺകുട്ടിയെ ഒരു സൈക്കോ കില്ലർ അതിമൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. തുടർന്ന് അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞ ഒരു ബീച്ചാണ്. ആ ബീച്ചിൽ നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടിയെ ഇതേ സൈക്കോ കില്ലർ കൊലപ്പെടുത്തുകയാണ്. കൊല്ലപ്പെട്ട ഈ 2 പെൺകുട്ടികളും ഡോക്ടേഴ്സ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത. അങ്ങനെ ഈ ഒരു കേസിന്റെ അന്വേഷണം നമ്മുടെ പോലീസ് ഓഫീസറായ ഹീറോ അന്വേഷണം തുടങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഈ ഒരു സ്പോട്ടിൽ നിന്നും കണ്ടെത്താനായിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ, അതായത് ഈ ഒരു കൊലയാളി ഉപേക്ഷിച്ചു പോയ ഒരു വസ്തു അടുത്ത ഒരു കൊലയിലേക്ക് ഒരു ക്ലൂ കൊടുത്തുകൊണ്ടാണ് ആ കൊലയാളി ആ ഒരു വസ്തു അവിടെ ഉപേക്ഷിക്കുന്നത്. തുടർന്ന് ആ ചിത്രത്തിൽ നടക്കുന്ന കുറെ ഗംഭീരമായ സംഭവങ്ങൾ, ആ ഒരു കേസ് അന്വേഷണത്തിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ആ ഒരു ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് മരിച്ചി എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി എന്ന് പറയാം. തീർത്തും ഗംഭീരമായ ഒരു ക്രൈം ത്രില്ലർ മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തന്തി ഒന്നിൽ തമിഴ് ഡബ് വെർഷൻ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ കാണാനായി ശ്രമിക്കുക. അപ്പോൾ ലിസ്റ്റിൽ 2ാമത്തെ ചിത്രമേನು ನೋಡಿ. ಇನ್ನು ಪ್ರದೇಶದಲ್ಲಿ ಒಂದು ಡೆಡ್ ಬಾಡಿ ಸಿಕ್ಕಿದೆ. ಇನ್ಫಾರ್ಮೇಶನ್ ಪ್ರಕಾರ ಈ ಕೊಲೆನ ಒಬ್ಬ ಸೈಕೋ ಕಿಲ್ಲರ್ ಮಾಡಿರೋ ಸಾಧ್ಯತೆ ಇದೆ. ಇಟ್ಸ್ ವೆರಿ ಸೆನ್ಸಿಟಿವ್ ಕೇಸ್. 2021 തെലുഗുവിൽ ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ട്രൂ എന്ന ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ നമ്മുടെ ഹീറോയുടെ അച്ഛൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രമാണിയാണെന്നൊക്കെ പറയാം. അങ്ങനെ ഒരു നാൾ അദ്ദേഹം മരണപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് മകനായ നമ്മുടെ ഹീറോ നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നാട്ടിൽ വന്ന ശേഷം അച്ഛന്റെ മരണത്തെ പറ്റി അമ്മയോടൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പൊ അമ്മ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് നിന്നും ഷോക്കേറ്റാണ് അച്ഛൻ മരിച്ചതെന്ന ഒരു വാർത്ത പറയുകയാണ്. അങ്ങനെ ഈ മകൻ ആ ഒരു സ്പോട്ടിലേക്ക് പോവുകയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വാഭാവികമായ ഒരു മരണമല്ല, ഷോക്കേറ്റുള്ള ഒരു മരണമല്ല. ഇതിൽ ചില അസ്വാഭാവികതകൾ നമ്മുടെ ആ ചെറുപ്പക്കാരന് തോന്നുകയാണ്. അങ്ങനെ തുടർന്ന് നമ്മുടെ ഹീറോ അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി അന്വേഷിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ്, കണ്ടെത്തുന്ന കുറെ സംഭവങ്ങളൊക്കെയാണ് ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ എന്ന് പറയാം. ഗംഭീരമായ ഒരു സ്റ്റോറി, ഒരു മേക്കിങ്ങും ഗംഭീരമായ ഡയറക്ഷനും ഒക്കെ തന്നെയാണ്. കണ്ടിരിക്കാൻ സാധിക്കുന്ന ബോറില്ലാത്ത ഒരു ചിത്രം തന്നെയാണ് ട്രൂ എന്ന ഈ ഒരു ചിത്രം. ചിത്രത്തിന്റെ തമിഴ് ഡബ് വെർഷൻ തന്തി ഒന്നിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ലിസ്റ്റിൽ 3ാമത്തെ ചിത്രമേను. క్లూ ఇదంక ఈ షర్ట్ బటన్ పై మా నాన్న బ్లడ్ గ్రూప్ బి పాజిటివ్ ఉంటే ఓకే. 2025 OTT റിലീസായി ഇപ്പോൾ റീസെന്റ് റിലീസ് ആയിട്ടുള്ള ഹിന്ദിയിൽ നിന്നൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഹിസാബ് ബറാബർ എന്ന ചിത്രം. മാധവനാണ് പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിലെ നായകൻ മാധവൻ ഒരു ട്രെയിനിലെ ഒരു TTR ആണ്. അദ്ദേഹം ഒരു സിംഗിൾ പാരന്റായി തന്റെ മകനെ വളർത്തിക്കൊണ്ട്, അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ദാരിദ്ര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരാൾ അനുഭവിക്കുന്ന എല്ലാതരം സാമ്പത്തിക ക്രൈസിസും ഫിനാൻഷ്യൽ ക്രൈസിസും അദ്ദേഹം നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു നാൾ തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു 27 രൂപ 50 പൈസ ബാങ്കുകാർ പിടിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണ് പിടിച്ചത്? എന്റെ അക്കൗണ്ടിൽ നിന്നും ഈ ഒരു 27 രൂപ, സാധാരണ ഇപ്പോൾ നമ്മുടെയൊക്കെ അക്കൗണ്ടിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഭൂരിപക്ഷം പേരുടെ അക്കൗണ്ടിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 10 രൂപ 15 രൂപയൊക്കെ ബാങ്കുകാർ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോട്ടെ എന്ന് കരുതി അങ്ങ് വിടും. പക്ഷെ ഇതിലെ കഥാപാത്രം മാധവൻ ബാങ്കിൽ പോയി ഇത് എൻക്വയറി ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ ഒരു അക്കൗണ്ടിൽ നിന്നും 27 രൂപ 50 പൈസ പിടിച്ചതെന്ന് എൻക്വയറി ചെയ്യുന്നിടത്ത് നിന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടു വരുന്നത്. അതായത് പിന്നെ ആ ഒരു 27-50 പൈസയുടെ അന്വേഷണത്തിൽ നിന്നും ആ ബാങ്കുകാരുടെ ഒരു വലിയൊരു സ്കാം ഈ മാധവൻ കണ്ടെത്തുകയാണ്. അതായത് കോടികളുടെ ഒരു സ്കാം കണ്ടെത്തുകയാണെന്ന് പറയാം. ഇതാണ് ചിത്രത്തിന്റെ ഒരു ഓൺലൈൻ സ്റ്റോറി. കേട്ടപ്പോൾ നല്ല രസമുണ്ടല്ലേ? ഈ ഒരു ചിത്രം കാണാനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ എടുത്തു പറയുകയാണ്, ചിത്രത്തിന്റെ മേക്കിംഗ് വളരെ ഒരു അമച്വർ ഫീല് തന്നെയാണ് നൽകുന്നത്. അതായത് നല്ല ഒരു ത്രെഡായിരുന്നു. ആ ഒരു ത്രെഡിനെ കുറച്ചുകൂടി ഗംഭീരമായൊക്കെ മേക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു എൻഗേജിങ് ആയിട്ടൊരു സിനിമയായിട്ട് ഇത് മാറിയാണ്. പക്ഷെ എന്തെന്നറിയില്ല, മേക്കിംഗ് വളരെ അമച്വർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു 2 മണിക്കൂർ കണ്ടിരിക്കാനായി വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. എന്നിരുന്നാൽ പോലും
ജസ്റ്റ് ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. C5 തമിഴ് ഡബ് വെർഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ലിസ്റ്റിൽ 4ാമത്തെ ചിത്രമായിരുന്നു. कितनी बार पूछोगे आप? पूछना पड़ता है ना, पैसे का मामला, वो भी 27 रुपए 50 पैसे का। जब हमारे अकाउंट में से 27 रुपए 50 पैसे मिसिंग है, कंप्लेन लिख के लाया हूँ ना, ये देखिए सब कुछ रेडी। 2024 തെലുഗുവിൽ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സീബ്ര. ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രം തന്നെയാണ്. എന്നാലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടിയാണ് ഈ ഒരു വീഡിയോ. അപ്പൊ സീബ്ര എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ റീസെന്റ് ഇപ്പൊ പറഞ്ഞ മാധവന്റെ ചിത്രം പോലെ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലും കാണിക്കുന്നത്. അതായത് നമ്മുടെ ഇതിലെ ഹീറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിന് ചിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ പറ്റുന്ന ഒരു അബദ്ധം, അതായത് ഒരു 4 ലക്ഷം രൂപ ഒരാൾ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായി കൊടുക്കുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിന് ഇതിലെ ഒരു അക്കൗണ്ട് നമ്പറിലെ ഒരു അക്കം മാറിപ്പോയി, അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഈ ഒരു 4 ലക്ഷം രൂപ പോവുകയാണ്. അങ്ങനെ അതിന്റെ അക്കൗണ്ട് ഓണർ 4 ലക്ഷം രൂപ ഇടാനായി പറഞ്ഞ അക്കൗണ്ട് ഓണർ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതായത് എന്റെ പൈസ എനിക്ക് വേണം, എനിക്ക് ആ 4 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയേ പറ്റൂ എന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹീറോ കടന്നു വരികയാണ്. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഏത് തരത്തിലെങ്കിലും നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ആ 4 ലക്ഷം രൂപ എത്തിയിരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നെ തുടർന്ന് നടക്കുന്ന കുറെ ഗംഭീരമായ സംഭവങ്ങളാണ് സീബ്ര എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ ഇതിവൃത്തം. തീർച്ചയായും ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിങ്ങിലൂടെയൊക്കെ അത്യാവശ്യം നിലവാരം പുലർത്തിയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറില്ലാതെ തന്നെ കണ്ടിരിക്കാനായി സാധിക്കുന്ന ഒരു ചിത്രവും തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആഹാ തമിഴിൽ ചിത്രം അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമാണ്. She's a snake in the bank, sir. तुम्हारे जैसे फ्रॉड एम्प्लॉयज की वजह से बैंक का नाम खराब होता है. Close the shutters. 2024 തെലുഗുവിൽ മറ്റൊരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് പ്ലോട്ട് എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഓൺലൈൻ സ്റ്റോറി എടുത്ത് നോക്കിയാൽ യൂഷ്വലി ഇപ്പം എല്ലാ ഒരു ക്രൈം ത്രില്ലർ മൂവിയിലൊക്കെ കാണിക്കും പോലെ നമ്മുടെ ഹീറോയിൻ ഒരു മർഡർ ചെയ്യുകയാണ്, ഒരു കൊലപാതകം ചെയ്യുകയാണ്. അങ്ങനെ ഈ ഒരു കൊലപാതകത്തെ മറയ്ക്കാനായി നമ്മുടെ ഇതിലെ ഹീറോവും അതുപോലെ ഹീറോയിനും ചേർന്ന് നടത്തുന്ന കുറെ സംഭവങ്ങളൊക്കെ തന്നെയാണ് പ്ലോട്ട് എന്ന ഈ ഒരു ചിത്രത്തിന്റെ ഇതിവൃത്തം. ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഇടത്തരം മേക്കിംഗ് ഒക്കെയാണ്. എന്നിരുന്നാൽ പോലും ബോറില്ലാതെ നമുക്ക് അടുത്ത് എന്ത് എന്ന് ആകാംക്ഷയോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രവും തന്നെയാണ് പ്ലോട്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തന്തി ഒന്നിൽ ചിത്രം അവൈലബിൾ ആണ്, കാണാവുന്നതാണ്. కేసులో ఇన్వాల్వ్ అవ్వాలనుకోవట్లేదు. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയ തമിഴ് ഡബിൽ കാണാൻ സാധിക്കുന്ന 5 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി വീഡിയോസ് എന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്ന വിധത്തിൽ ബൈ ബൈ.